വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് റേഷൻ കടയിൽ സൗജന്യ കിറ്റില് ഇഷ്ടം പോലെ കടല നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് വെറുതെ കിട്ടുന്ന ഈ കടല വെച്ചിട്ട് കറിയൊക്കെ കൂട്ടി എല്ലാവർക്കും മടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് കടല വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ഡ് ആണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് ആകെ 2 ഗ്ലാസ് കടലയാണ് ആവശ്യം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ. അപ്പൊ ഞാൻ 2 ഗ്ലാസ് കടല എടുത്തിട്ടുണ്ട്. അതൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. നമ്മള് പാത്രത്തിലേക്ക് കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതില് മോശം കടലയോ കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പിറക്കി മാറ്റുക. എന്നിട്ട് ഈ കടല നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് പരത്തി വെക്കാം. ഇനി നമുക്ക് ഈ കടല നല്ല വെയിലത്തൊന്ന് 1 മണിക്കൂർ വെച്ചു കൊടുക്കാം. കടല വെയിലത്ത് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ കടല ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അതാ ഞാൻ ഈ ഒരു ജാറിലാണ് കടല പൊടിച്ച് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചട്നിയൊക്കെ എടുക്കുന്ന ഈ ജാറില്ലേ, ഇതിൽ കടല പൊടിയത്തില്ല കേട്ടോ. വലിയ ജാർ തന്നെ എടുക്കാം. അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് കടല അങ്ങ് ഇട്ട് കൊടുക്കാം. അതെ 1 ഗ്ലാസ് കടല ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതെ നമ്മൾ ഇങ്ങനെ ഒന്ന് കടല ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു അരിപ്പയിലോട്ട് ഇടാട്ടോ, ഒന്ന് അരിച്ചെടുക്കാം. നമ്മള് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതിന്റെ ബാക്കി നമുക്ക് ഇത്രയുണ്ട് കേട്ടോ. ഇതൊന്നും കൂടെ നമുക്ക് മിക്സിയിൽ ഒന്നും കൂടെ അടിച്ചെടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിപ്പോ ഞാൻ വലിയ അരിപ്പയിലാണ് അരിച്ചെടുത്തത്. ഇത് കണ്ണി വലുതല്ലേ. ഇനി നമ്മൾ ചായ അരിക്കുന്ന അരിപ്പയില്ലേ, അതിലും കൂടെ ഒന്ന് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല തരി തരിയായിട്ട് ഇത് കിട്ടും കേട്ടോ. അതെ ഞാൻ ചായ അരിക്കുന്ന അരിപ്പയിലേക്ക് കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇനി ഇതൊന്ന് അരിച്ച് നമുക്ക് എടുക്കാം. അതെ കടലപ്പൊടി നമ്മളൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കടലപ്പൊടിയാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തത്. ഇനി ഇതിന്റെ ബാക്കി ഈ പിശറ് കൊണ്ടിട്ട് നമുക്കൊന്ന് ഇതുപോലെ ആക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സിയിൽ ഇതും അടിച്ചെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സെക്ഷനും കൂടി ഉണ്ട്. 1 ഗ്ലാസ് കടലയും കൂടെ ഉണ്ട്. ഇതും കൂടെ ഒന്ന് ചെയ്ത് എടുത്തിട്ട് വരാം. അതെ നമ്മുടെ കടലമാവ് ഞാൻ എല്ലാം ഒന്ന് അരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല തരി തരിയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ചെറിയ സ്റ്റെയിനറിൽ വേണം അരിച്ചെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ കട്ടി കൂടി പോവും കേട്ടോ. ഇനി നമുക്ക് ഈ കടലപ്പൊടിയിലേക്ക് 2 ചെറിയ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് ചപ്പാത്തി മാവ് കുഴക്കില്ലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തപ്പോൾ പ്യൂരിഫയർ ഒന്ന് കാണിച്ചായിരുന്നു. അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടോ ഏത് കമ്പനിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വി ഗാർഡിന്റെ പ്യൂരിഫയർ ആണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് വെള്ളം തിളപ്പിക്കൊന്നും വേണ്ട, വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുവാണേ. ചപ്പാത്തി മാവ് കുഴക്കുന്ന ആ ഒരു പാകത്തിന് നമുക്കൊന്ന് കുഴച്ച് എടുക്കാം. അപ്പൊ കടലമാവ് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സേവനാഴിയാണ്. അതെ ഞാൻ സേവനാഴി എടുത്തിട്ടുണ്ട്. അതില് ചില്ലും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കയ്യില് കുറച്ച് എണ്ണ ഒന്ന് തടയി കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം ഈ മാവ് നമുക്ക് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. കയ്യില് എണ്ണ തടവാതെ നമ്മൾ മാവ് എടുക്കുവാണെങ്കിൽ ഈ മാവെല്ലാം നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിക്കും. പിന്നെ അതങ്ങ് പോരത്തില്ല. അതുകൊണ്ടിട്ടാണ് കുറച്ച് എണ്ണ തടവിയത്.
നമുക്ക് ഈ മാവെല്ലാം സേവനാഴിയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതേ സേവനാഴിയിൽ നമ്മൾ മാവ് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മൂടിയെടുക്കാം. നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സേവനാഴിയിൽ ഇതിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കടല വെച്ചിട്ട് നമുക്ക് അടിപൊളി മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ കുറച്ചിട്ടാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും കേട്ടോ. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ടേ. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമ്മള് മിക്സ്ചർ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതേ ബാക്കി കുറച്ച് പൊടി ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ബൂന്തി ഉണ്ടാക്കാം. അതായത് മിക്സ്ചറിന്റെ അകത്ത് ചെറിയ ചെറിയ പൊട്ട് പോലെ ഇങ്ങനെ ഉണ്ടാവത്തില്ലേ, അതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു കുറുക്ക് പാകത്തിന് മിക്സ് ചെയ്യാം. അതെ നമ്മളിങ്ങനെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഒരു കുറുക്ക് പാകത്തിനാണ് നമ്മൾ ഇതിങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു കയ്യിലെടുക്കാം. എന്നിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതെ നമ്മുടെ ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി തൊലിയോട് കൂടെ തന്നെ നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അതാ ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാമേ. നമുക്ക് എണ്ണയിലേക്ക് ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാ വെളുത്തുള്ളി എല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അതാ കറിവേപ്പിലയും നമ്മൾ നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് മിക്സ്ചർ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് പൊടിച്ച് എടുക്കണം. അപ്പൊ ഇതാ മിക്സ്ചർ നമ്മളെല്ലാം ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കപ്പലണ്ടി വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അതെ ഞാൻ കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അപ്പൊ അതെ കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബൂന്തി നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലേ, ആ ബൂന്തി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് തൊലിയോട് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അത്യാവശ്യം മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് മിക്സ്ഡ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി എല്ലാവരും കടല ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക. കറിയൊക്കെ കൂട്ടി നമ്മൾ മടുത്തിട്ടുണ്ടാവും അല്ലേ, പക്ഷേ ഇതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്